ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആത്മനിർഭർ ഭാരത് റോസ്ഗാർ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. ലക്സംബർഗ്, സുരിനാം എന്നീ രാഷ്ട്രങ്ങളുമായി വിവിധ മേഖലകളിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭ. ന്യൂഡൽഹിയിൽ നിർമ്മിക്കുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. കേരളത്തിൽ ഇന്ന് 4875 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4647 പേർക്ക് രോഗമുക്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലെ 5 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഐഎസ്എല്ലിൽ ഇന്ന് ചെന്നൈയിൻ എഫ്സിയും മുംബൈ സിറ്റി എഫ്സിയും തമ്മിൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നിർമ്മിക്കുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം. നിലവിലെ പാർലമെന്റ് മന്ദിരത്തിന് സമീപമാണ് പുതിയ മന്ദിരം നിർമ്മിക്കുക. അത്യാധുനിക രീതിയിൽ ത്രികോണാകൃതിയിൽ നിർമ്മിക്കുന്ന മന്ദിരം പരിസ്ഥിതി സൌഹൃദവും അതീവ സുരക്ഷാ സംവിധാനങ്ങൾ അവലംബിച്ചുള്ളതുമായിരിക്കും. ലോക്സഭയ്ക്ക് നിലവിലുള്ളതിനേക്കാൾ 3 ഇരട്ടി വലിപ്പമുണ്ടാകും. രാജ്യസഭയ്ക്കും അതിനനുസരണമായ വലിപ്പമുണ്ടാകും. രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ആത്മനിർഭർ ഭാരത് റോസ്ഗാർ പദ്ധതിയടക്കം നിരവധി നിർദ്ദേശങ്ങൾക്ക് ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ലിൻസ. രാജ്യത്തെ 58.5 ലക്ഷം തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന ആത്മനിർഭർ ഭാരത് റോസ്ഗാർ പദ്ധതിക്കായി നടപ്പ് സാമ്പത്തിക വർഷം 1584 കോടി രൂപയാണ് കേന്ദ്രമന്ത്രിസഭ അനുവദിച്ചത്. ഇതിനായി മൊത്തം 22,810 കോടി രൂപയും ക്യാബിനറ്റ് അനുവദിച്ചു. പ്രത്യേക ലൈസൻസ് തുക ഈടാക്കാതെ പൊതുജനങ്ങൾക്ക് വൈഫൈ സേവനം ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് പബ്ലിക് വൈഫൈ നെറ്റ്വർക്കുകൾ സ്ഥാപിക്കുന്നതിനും ക്യാബിനറ്റ് അംഗീകാരം നൽകി. ശൃംഖലയ്ക്ക് PM വാണി എന്ന് പേരിടുമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് അറിയിച്ചു. രാജ്യത്ത് പൊതുജനങ്ങൾക്കായുള്ള വൈഫൈ ശൃംഖലകൾ വളർച്ചയ്ക്കും വൈഫൈ വിപ്ലവത്തിനും തീരുമാനം വഴി തുറക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കൊച്ചി മുതൽ ലക്ഷദ്വീപ് സമൂഹങ്ങൾ വരെ സമുദ്രത്തിനടിയിൽ കൂടിയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ശൃംഖലയ്ക്കും ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അറിയിച്ചു. 1072 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുക. അരുണാചൽ പ്രദേശിലും അസമിലെ 2 ജില്ലകളിലും മൊബൈൽ സേവനം ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. മേഖലയിലെ 2374 ഗ്രാമങ്ങളിൽ ഇതോടെ മൊബൈൽ സേവനം ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ലക്സംബർഗ്, സുരിനാം എന്നീ രാഷ്ട്രങ്ങളുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ലക്സംബർഗ് സഹകരണം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് സെബി നേരത്തെ ശുപാർശ സമർപ്പിച്ചിരുന്നു. ആരോഗ്യ വൈദ്യശാസ്ത്ര മേഖലകളിലാണ് സുരിനാമുമായി ഇന്ത്യ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ഇരു രാഷ്ട്രങ്ങളിലെയും ആരോഗ്യ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാനും സംയുക്ത നടപടികൾക്കും ആരോഗ്യമേഖലയിലെ സാങ്കേതികവിദ്യാ വികസനത്തിനും നടപടി പ്രചോദനമാകും. ഇന്ത്യയ്ക്കും സുരിനാമിനും ഇടയിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും ഗവേഷണമടക്കമുള്ള നടപടികളിലൂടെ പൊതുജനാരോഗ്യ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും നടപടി വഴിതുറക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രവാസി ഭാരതീയ ദിവസ് യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 9-ന് ഉദ്ഘാടനം ചെയ്യും. കോവിഡ്-19 മഹാമാരിയുടെ സാഹചര്യത്തിൽ വെർച്വലായാണ് യോഗം നടക്കുന്നത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമാപന യോഗം അഭിസംബോധന ചെയ്യും. പ്രവാസി ഭാരതീയ ദിവസ് 2021 വെബ്സൈറ്റ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്നലെ ഉദ്ഘാടനം ചെയ്തിരുന്നു. ആത്മനിർഭർ ഭാരത് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ന്യൂഡൽഹിയിലെ എയിംസിൽ ഇന്റഗ്രേറ്റീവ് മെഡിസിൻ വിഭാഗം ആരംഭിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കാൻ ആയുഷ് മന്ത്രാലയം തീരുമാനിച്ചു. ആയുഷ് മന്ത്രാലയം സെക്രട്ടറിയും എയിംസ് ഡയറക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കോവിഡ് അനന്തര ചികിത്സയ്ക്ക് യോഗയും ആയുർവേദവും ചേർന്നുള്ള ചികിത്സാ വിധികൾ വികസിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ജമ്മുകാശ്മീരിൽ 3 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. പുൽവാമയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വധിച്ചത്. ഭീകരർ ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പുലർച്ചെ മുതൽ സൈന്യം പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയായിരുന്നു. ഒരു പ്രദേശവാസിക്കും പരിക്കേറ്റിട്ടുണ്ട്. മേഖലയിൽ സൈന്യം തിരച്ചിൽ തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം.
കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നാളെ 5 ജില്ലകളിലെയും വോട്ടെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. 5 ജില്ലകളിൽ ഇന്നലെ നടന്ന ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ 72% പോളിംഗ് രേഖപ്പെടുത്തി. അവശേഷിക്കുന്ന 4 ജില്ലകളിൽ തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്. ഈ മാസം 16-നാണ് ഫലപ്രഖ്യാപനം. കേരളത്തിൽ ഇന്ന് 4875 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4647 പേർ രോഗമുക്തരായി. 4230 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 508 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 52655 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.26 ആണ്. 35 മരണങ്ങളാണ് കോവിഡ്-19 മൂലം ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2507 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 94 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 43 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. ഇന്ന് പുതിയ 3 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 440 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. രാജ്യത്ത് കോവിഡ് മുക്തി നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. 94.66% നിലവിലെ രോഗമുക്തി നിരക്ക്. ഇന്നലെ 36,635 പേർ രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 93,15,581 ആയി. 3,78,909 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 32,080 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 97,35,850 ആയി. 402 പേരാണ് ഇന്നലെ കോവിഡ് മൂലം മരണമടഞ്ഞതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ മരണം 1,41,360 ആയി. ലോകത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 6.87 കോടി പിന്നിട്ടു. 1.94 കോടിയോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. പുതുതായി 26,000-ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ച റഷ്യയിൽ 560 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരണമടഞ്ഞത്. മെക്സിക്കോ, പോളണ്ട്, ഇറാൻ എന്നിവിടങ്ങളിൽ 10,000-ലേറെ പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനെത്തുന്നവർ കോവിഡിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ആദ്യഘട്ടത്തിൽ ചിലയിടങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ചകളുണ്ടായതായി മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോവിഡ് രോഗികൾ വർദ്ധിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി FC ചെന്നൈയിൻ സിറ്റി FCയെ നേരിടും. രാത്രി 7:30-ന് ബംബോലിമിലെ GMC സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളൂരുവും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും 2 ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. നിലമ്പൂർ കൊച്ചുവേളി സ്പെഷ്യൽ എക്സ്പ്രസ് ഇന്നു മുതൽ സർവീസ് ആരംഭിക്കും. നിലമ്പൂരിൽ നിന്ന് രാത്രി 9:30-ന് പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം പുലർച്ചെ 5:50-ന് കൊച്ചുവേളിയിലെത്തും. മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് യാത്രാനുമതി. കൊച്ചുവേളിയിൽ നിന്ന് ദിവസവും രാത്രി 8:50-ന് പുറപ്പെടുന്ന ട്രെയിൻ പുലർച്ചെ 5:45-ന് നിലമ്പൂരിലെത്തും. 2020-21 ഖാരിഫ് വിപണന കാലയളവിൽ 356 ലക്ഷം ടൺ സംഭരിച്ചതായി കേന്ദ്ര സർക്കാർ. നിലവിലെ രീതി അനുസരിച്ചുള്ള താങ്ങുവില നൽകിയാണ് നെല്ല് സംഭരിച്ചതെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, തെലങ്കാന, ഉത്തരാഖണ്ഡ്, തമിഴ്നാട്, ചണ്ഡീഗഡ്, ജമ്മുകാശ്മീർ, കേരളം, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നാണ് സംഭരിച്ചത്. അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനമായ ഇന്ന് CBIയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി നടന്നു. രാജ്യത്ത് നിന്നും അഴിമതി തുടച്ചു നീക്കുന്നതിന് പ്രഥമ പരിഗണന നൽകേണ്ടതിന്റെ ആവശ്യകത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചടങ്ങിൽ ചൂണ്ടിക്കാട്ടി. ചുരുങ്ങിയ താങ്ങുവിലയും APMC മണ്ഡി സമ്പ്രദായവും നിലനിൽക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വ്യക്തമാക്കി. കർഷകരുടെ ഭൂമി ആർക്കും അനധികൃതമായി കൈവശപ്പെടുത്താനാകില്ലെന്നും പൂർണ്ണമായും തുക നൽകിയതിനു ശേഷമല്ലാതെ കരാർ അവസാനിപ്പിക്കാൻ കരാറുകാർക്ക് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർ സമര നടപടികളിലേക്ക് നീങ്ങാതെ തങ്ങളുടെ ആശങ്കകൾ ഭരണകൂടവുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്ന് കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആത്മനിർഭർ ഭാരത് റോസ്ഗാർ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. ലക്സംബർഗ്, സുരിനാം എന്നീ രാഷ്ട്രങ്ങളുമായി വിവിധ മേഖലകളിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭ. ന്യൂഡൽഹിയിൽ നിർമ്മിക്കുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. കേരളത്തിൽ ഇന്ന് 4875 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4647 പേർക്ക് രോഗമുക്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലെ 5 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ISLൽ ഇന്ന് ചെന്നൈയിൻ FCയും മുംബൈ സിറ്റി FCയും തമ്മിൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാത്രി 9-ന്.